നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്തുള്ള കൊടുകുത്തി മലയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ലക്ഷറി റിസോർട്ട്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എക്സൈറ്റ ലക്ഷറി റിസോർട്ട്സ് ആൻഡ് സ്പാ 100% കപ്പിൾ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള റിസോർട്ടാണ് ഈ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ മാത്തുക്കുട്ടീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റിസോർട്ട്സിൽ വരുന്നത്. ഒരു വീക്കെൻഡ് ട്രിപ്പാണ്. 7 ഡിഫറെൻറ്റ് കാറ്റഗറി റൂമുകൾ, അതും മനോഹരമായിട്ടുള്ള ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കിഡിലൻ വ്യൂ ഉള്ള റൂമുകളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഇൻഫിനിറ്റി പൂള് ഇതുപോലത്തെ ഒരു വ്യൂവിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഒരു രക്ഷയല്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളൊരു ഷാർപ്പ് 2 മണിക്ക് തന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് അങ്ങനെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കാറ്റഗറിയിലുള്ള ഒരു റൂംസാണ് ഇത്. മെയിൻലി ഹണിമൂൺ കപ്പിൾസിനൊക്കെയാണ് ഞാൻ ഈ ഒരു കോട്ടേജ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഫുള്ള് ഗ്ലാസ് കൊണ്ട് കവേർഡ് ചെയ്ത് നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും ബാൽക്കണി വ്യൂ ആണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ സൺസെറ്റും മോർണിംഗിൽ സൺറൈസൊക്കെ കാണാനായിട്ടും വ്യൂ പോയിൻ്റൊക്കെ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു ഗ്ലാസ് കവേർഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് കോട്ടേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊരു 8,000 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വെക്കേഷൻ അനുസരിച്ചിട്ട് പ്രൈസിലൊക്കെ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഫോക്സ് ലവ് എന്ന് പറയുന്ന ഈ കാറ്റഗറി റൂമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു 5,000 ആണ് റേറ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് GST കേട്ടോ. നല്ല ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട്. പൂളാണ് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ഫ്രണ്ടിൽ കാണാം. വ്യൂ പോയിൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ബെഡ്റൂം കേട്ടോ. മൊത്തത്തിൽ വുഡ് കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഇവർ മെയിൻലി ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ബെഡ്. പിന്നെ നമുക്ക് ഇവിടെ ടീ കോഫി മേക്കറും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഡയറി മിൽക്കൊക്കെ കോംപ്ലിമെൻ്ററി ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോക്സ് ലവ് എന്ന് പറയുന്ന കാറ്റഗറി റൂമിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വളരെ അടുത്താണ് വാഷ്റൂം വരുന്നത്. ഞാൻ ഇതിൻ്റെ ബാൽക്കണി കാണിച്ചു തരാം കേട്ടോ. കിഡിലൻ ഒരു ബാൽക്കണിയാണ്. ഈ റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഇവിടെ 2 വുഡിൻ്റെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി വെയിലുണ്ട്. വെയിൽ ചെറുതായിട്ടൊന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈവനിങ്ങിലും സൺസെറ്റ് കാണാനും മോർണിംഗിൽ ഇവിടെ കോടയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് നോക്കിയേ, പൂളിൻ്റെ വ്യൂ, ആ വ്യൂ പോയിൻ്റൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഫോക്സ് ലവ് എന്ന കാറ്റഗറി റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. നിങ്ങളൊരു ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ റൂം വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി റൂമുകളും പിന്നെ ഇവിടെ ഒരു കിഡ്സ് പാർക്കും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ റിസോർട്ടിൽ വന്നിട്ടൊരു അരമണിക്കൂറായി. നമ്മളിവിടെ വന്ന് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഫ്രഷപ്പായി ഒന്ന് റിലാക്സ് ചെയ്തു. വെയിലൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അല്ലേ. എൻ്റെ കൂടെ നമ്മളെ ഷിബിലി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡയറി മിൽക്ക് അവൻ എടുത്ത് അടിച്ച് മാറ്റി കഴിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ധൃതിയായിരുന്നു ഡയറി മിൽക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പായൻ ഫുള്ളങ്ങ് അടിച്ചു മാറ്റി കഴിച്ചു. നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഈ റിസോർട്ടിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പൂളിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോവാം. ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ക്യാരംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ഈവനിങ്ങിലും മോർണിംഗിലൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട്. ഇപ്പോൾ എനിക്ക് ആ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നതിൻ്റെ ലൈറ്റിങ് നന്നായിട്ട് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ കിടന്നുറങ്ങാൻ നമുക്ക് നല്ല കാറ്റ് കൊണ്ട് ചെറിയൊരു മ്യൂസിക്കൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. നിങ്ങൾ ട്രെക്കിങ് ഈ ജീപ്പിലാണോ കൊടുക്കുക? ഒരു ലെഗ് സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു റൂം കാറ്റഗറിയാണ് ഇവരുടെ. നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കിഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് മുകളിൽ കണ്ടില്ലേ ബെഡ് സ്പേസ് ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാഷ്റൂമൊക്കെ വലിയ സൈസിലുള്ള ഒരു വാഷ്റൂമാണ്. പിന്നെ ഇതാണ് ഒരു ക്യൂൻ സൈസ് ഫാമിലി ബെഡ് ഉണ്ട്. ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് കണ്ടോ. നമുക്കിവിടെ കിടക്കാനും പറ്റും ഇരിക്കാനും പറ്റും. ഇവിടെ ഇങ്ങനെ പില്ലോസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. മൊത്തത്തിൽ ഇതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബാൽക്കണി ഞാൻ കാണിച്ച. അപ്പോൾ ഈ ഗ്ലാസ് ഡോറ് നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നപ്പോൾ നല്ല കാറ്റ് കിട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി. ഹൈവ സൂപ്പർ.
താഴെ അങ്ങനെ ഒരു റൂഫ് ടോപ്പ് മോഡലിൽ കുറേ സ്പേസ് ഉണ്ട്. ഇവിടെ ചെറിയ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സൈറ്റാണ് നമ്മൾ താഴെ കാണുന്നത്. മിക്ക ദിവസങ്ങളിലും ഈവനിങ്ങിൽ ചെറിയ പ്രോഗ്രാംസ്, മ്യൂസിക് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ കൊടുകുത്തിമല കാണാം. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കൊടുകുത്തിമലയുടെ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. മൊത്തം ആ ഒരു റൂഫ് ടോപ്പ് മോഡലിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ റൂംസിനും പല ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒത്തിരി ഫെസിലിറ്റീസാണ് ഇവർ ചെയ്തിരിക്കുന്നത്. 4 കാറ്റഗറിയിലായിട്ട് 7 ബെഡ്റൂം വരുന്ന ഒരു മനോഹരമായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള കപ്പിൾ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് 2 ഫാമിലി ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവർ മലപ്പുറം ചങ്ങരംകുളത്ത് നിന്ന് എത്തിയിട്ടുള്ള 2 ഫാമിലിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നമുക്കിങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അടിപൊളി കിഡ്സ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസിലാണ് കിഡ്സ് പാർക്ക് ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ് തോന്നുന്നു. 2 ഫാമിലി അവർ ഫ്രണ്ട്സായിട്ട് വന്നതാണ്. ഇവിടുത്തെ ഗ്ലാസ് കോട്ടേജും അതുപോലെ വേറെ ഏതോ ഒരു റൂംസുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. നമുക്ക് കൂടുതലും ഫാമിലി കപ്പിൾസിനാണ് ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ എല്ലാം ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കപ്പിൾസിനാണെങ്കിൽ ക്യാൻറ്റീനിലെ ഡിന്നർ, കേക്ക് കട്ടിങ്, വെഡ്ഡിങ് പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടി, റിസപ്ഷൻ, അങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. വെക്കേഷനൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. മെയിൻലി ഇവിടുത്തെ ക്ലൈമറ്റും പ്രോപ്പർട്ടി വൈസും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർത്തായിരിക്കും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മൾ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു. അവരെ കളിയും ചിരിയൊക്കെ കണ്ട് ഞങ്ങളും അവരെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഈവനിങ്ങിൽ ഒരു ടീ സ്നാക്സ് ഒരു കോംപ്ലിമെൻ്ററി തരുന്നുണ്ട്. നല്ല പൊക്കവടയാണ് കേട്ടോ, നല്ല ഫ്രഷ് പൊക്കവടയാണ്. പിന്നെ ടീ റെഡിയാണ്. നമുക്ക് ആ ഒരു സൺസെറ്റ് കണ്ടുകൊണ്ട് ഈ ഒരു റൂഫ് ടോപ്പിൽ ഇരുന്നിട്ട് നല്ലൊരു ടീ സ്നാക്സ്, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈവനിങ് അടുക്കുംതോറും ഈ റിസോർട്ടിൻ്റെ മുഖച്ഛായ തന്നെ അങ്ങ് മാറുകയാണ്. നമ്മൾ വന്നപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. കോടയൊക്കെ ഇങ്ങനെ പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. സൺസെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു പൂള് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയല്ല കേട്ടോ. പൂള് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഭയങ്കര ഒരു ഫോറസ്റ്റ് ആംബിയൻസും കിട്ടും. പിന്നെ നമുക്കിതേ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ആകാശം ഏതാ ഭൂമി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൊടുകുത്തിമല ഫസ്റ്റ് ടൈമാണ് വരുന്നത് തന്നെ, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഈ കൊടുകുത്തിമലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ടൂറിസം, ഇത്രയും നല്ലൊരു റിസോർട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഒക്കെ ഫീൽ ചെയ്തെങ്കിലും നമ്മളിവിടെ വന്ന് എൻജോയ് ചെയ്ത് റൂംസും ഒക്കെ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, പിന്നെ മൊത്തത്തിൽ ഓരോ സെക്കൻഡുകൾ കൊണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ് കേട്ടോ. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. നമുക്കൊരു വെൽക്കം ഡ്രിങ്കും ഈവനിങ്ങിലൊരു ടീ സ്നാക്സും, പിന്നെ നമുക്ക് ഡിന്നറിന് ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിന്നറിനും നമ്മൾ പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തുടങ്ങി നല്ല ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫുകൾ, നമ്മളോടുള്ള ആ ഒരു ബിഹേവിയറൊക്കെ സൂപ്പറാണ്. പിന്നെ പൂളിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ആ ഒരു വെയിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പരിസരമൊക്കെ വളരെ നീറ്റായിട്ട് ഭയങ്കര ഹൈജീനിക് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പെർഫെക്റ്റ് ആണ്. നമുക്ക് പൂളിനകത്തൊന്നും ഒരു ചെളിയോ പൊടിയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ഇങ്ങനെ മൊത്തം ആകാശമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. സോ അത്രയും മനോഹരമായിട്ട് പൂള് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഈ ഒരു ഇളം തണുത്ത വെള്ളത്തിൽ ഈ പൂളിൽ ഇങ്ങനെ അർമാദിക്കാൻ പോവാണ്. നമ്മുടെ റൂമിൻ്റെ ഭാഗം
ബാൽക്കണിയാണ് ആ കാണുന്നത്. കണ്ടില്ലേ? ഞങ്ങളിവിടെ വന്നപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റ് അല്ല കണ്ടില്ലേ. ഇപ്പോൾ വൈകുന്നേരം ഇങ്ങനെ അടുക്കുന്തോറും സൺസെറ്റ് ഇങ്ങനെ കൂടി കൂടി മൊത്തം ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് അടിപൊളിയാട്ടോ. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 28-ാം തീയതി ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ, ഒരു സ്പെഷ്യൽ ഫിഷ് തവ ഫ്രൈ ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ കാണില്ലേ, മോർണിംഗിൽ നമ്മൾ എണീറ്റാണ്. കോട ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചു, പക്ഷേ ചെറിയ രീതിയിൽ കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇങ്ങനെ ബാൽക്കണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് കിട്ടുക. അടിപൊളിയാണ്. രാവിലെ ചെറിയ കോടയും നല്ല തണുപ്പും നല്ല അടിപൊളിയൊരു മോർണിംഗ് ആയിരുന്നു. ഞങ്ങൾ മോർണിംഗിൽ ഇങ്ങനെ ജസ്റ്റ് നേരത്തെ എണീറ്റ് ഇങ്ങനെ പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ചെയ്യാനും സൈക്ലിംഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. അടിപൊളിയാണ് കേട്ടോ. രാവിലത്തെ എക്സൈറ്റ റിസോർട്ട്സിൻ്റെ ഒരു കിടിലൻ വ്യൂവും വൈബും സൺറൈസും ഒക്കെയാണ് ഈ കാണുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിവിടെ ഇങ്ങനെ ഒരു ഫ്രീ സ്പേസ് ആണ്, ഒരു റൂഫ് ടോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഇരുന്ന് കറങ്ങാം. ഇതൊരു എക്സസൈസും കൂടിയാണ് മോർണിംഗിലും ഒക്കെ ആയിട്ട്. പിന്നെ ഇവരിവിടെ ചെറിയ ഇവൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനുള്ള സ്റ്റേജ് ഇതെവിടെ ഉണ്ട്. നമുക്ക് വല്ല ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടി, ഇനിയിപ്പോൾ ചെറിയ മാരേജ് ഫങ്ഷൻസും ഒക്കെ നടത്താനായിട്ടുള്ള ഒരു ബിഗ് സൈസിലുള്ള ഒരു ബിഗ് ഏരിയയാണ് ഈ കാണുന്നത്. അതിങ്ങനെ വ്യൂ പോയിന്റിനോട് ചേർന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ശരിക്കും ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്ന ആ ഒരു ഫീലാണ്. സോ അടിപൊളിയാണ്. ഞങ്ങൾ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പം എണീറ്റു ഇവിടുത്തെ കോടയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലത്തെ ആ ഒരു സൺറൈസ് കുറവായിരുന്നു അല്ലേ. സൺസെറ്റും മോർണിംഗിലെ സൺറൈസൊക്കെ കണ്ടുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു മോർണിംഗ് ആണ് നമുക്ക് എക്സൈറ്റ റിസോർട്ട് വിഷ് ചെയ്യുന്നത്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മോർണിംഗിലെ ക്ലൈമറ്റ് വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഇവിടുത്തെ. നല്ല രസമുണ്ട്. മോർണിംഗിൽ ഇങ്ങനെ കിളികളുടെ ആ ഒരു കളകളാരവൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഉണരാനൊക്കെയുള്ള ഒരു ഇതാണ്. അടിപൊളിയാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ മോർണിംഗിൽ ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയാൽ നമ്മൾ ഒരുപാട് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഒരുപാടുണ്ട്. ഇതുപോലുള്ള ചെയറുകൾ, കിടക്കാനുള്ള സംഭവങ്ങൾ ഒക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു മെയിൻ ആകർഷണങ്ങളാണ് ഇത് കാണുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഒരു രക്ഷയില്ല എന്ന് പറയാം. ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ, ബാൽക്കണി ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നമ്മൾ പോകില്ലേ, അതേ ഒരു ഫീലാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു റൂമുണ്ട്, അതിനകത്ത് ഫാമിലി ഉണ്ട്. അല്ലേ, വുഡ് കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് ക്ലൗഡ് ബെഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് കേട്ടോ. 2 റൂംസാണ് ഇതിലുള്ളത്. നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഹണിമൂൺ കപ്പിൾസിനൊക്കെ ഇത് പക്ക അടിപൊളിയായിരിക്കും. മൊത്തത്തിൽ ടോട്ടലി ഇവരിങ്ങനെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ ഫുള്ളി വുഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗം ഗ്ലാസ്സിലാണ് കവേർഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു മിററും ഒക്കെ ആയിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. വാഷ്റൂം ഈ ഒരു ഏരിയയിലാണ്. ഞാനിതിൻ്റെ ബാൽക്കണി സെറ്റപ്പ് കാണിച്ചു തരാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു ബാൽക്കണി ഉണ്ടല്ലോ, വേറെ തന്നെ ഒരു ലെവലാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ഡോർ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഡോറിങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ തന്നെ ഒരു സെറ്റപ്പാണ് കേട്ടോ. എന്താണ് നോക്കിയേ, അവിടെ അങ്ങനെ നിറയെ കോടയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ കാണാൻ പറ്റും. അങ്ങ് കൊടുകുത്തിമലയുടെ കുറച്ച് ഭാഗങ്ങൾ മുകളിൽ കാണാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോട്ടേജുകളും കണ്ടു. എല്ലാം തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. 7 റൂംസും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബാൽക്കണി ആയാലും റൂംസിൻ്റെ ഇൻറ്റീരിയർ ആയാലും ഒക്കെ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കിത് ഇവിടുന്ന് നേരെ അങ്ങ് റൂമിലോട്ട് പോവാം കേട്ടോ. അടിപൊളിയാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ എവിടെയാണ് ഇത്, വല്ല മാൽഡീവ്സോ യൂറോപ്പിലോ ഒക്കെ പോയ പോലെ ഉണ്ട്. ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ ഹണിമൂൺ ട്രിപ്പ് പോയൊരു ഫീലാണ് കേട്ടോ. കണ്ടില്ലേ,
മൊത്തം മുകളിൽ മൊത്തം ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കവേർഡ് ചെയ്തിരിക്കുകയാണ്, മൊത്തം വുഡ് കൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. പൊള്ളിയാണ്, ഒന്നും പറയാനില്ല, കിഡിലനാണ്. നമുക്ക് നേരെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെയല്ലോ ഈ കാണുന്ന ബാൽക്കണിയിലേക്കുള്ളൊരു പോക്കുണ്ടല്ലോ ഗായ്സ്, വേറെ ലെവലാണ്. ഇവിടെ ഇങ്ങനെ ടേബിളും ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഉഫ്, റിലാക്സ് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ഏരിയ, ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ തൊട്ട റൂമിൽ ഒരു കപ്പിൾസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ മോർണിംഗിൽ നമുക്ക് സൺറൈസ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പെൻഡിങ് വെച്ചതാണ്. പക്ഷേ മോർണിംഗ് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ മോർണിംഗിൽ നേരെ ഇങ്ങോട്ടാണ് വന്ന് ക്ലൗഡ്സ് ബെൻഡ് എന്ന കാറ്റഗറിയിലുള്ള 2 സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇത് ഈ സെപ്പറേറ്റ് കോട്ടേജസ് ആണ്. സെൻട്രലിൽ ഇങ്ങനെ ഒരു ചെറിയ ലിവിങ് ഏരിയ പോലെ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും 2 ബെഡ്റൂമാണ്. കിഡ്ലൻ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ 2 കപ്പിൾസ് 2 ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ കാണുന്ന ക്ലൗഡ്സ് ബെഡ് എന്ന കാറ്റഗറി ചൂസ് ചെയ്യാം. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരി ഉണ്ട്, പുട്ട്, കടല, പിന്നെ എഗ്ഗ്, കട്ട് ഫ്രൂട്ട്സ്, ടീ ഉണ്ട്, ജ്യൂസ് ഉണ്ട് കേട്ടോ. നോർമലി ഇവര് ബൊഫേ ആണ് കോംപ്ലിമെന്ററി കൊടുക്കുന്നത് പാക്കേജിൽ. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് ഗസ്റ്റ് കുറവായതുകൊണ്ട് വീക്ക് ഡേയ്സ് ഒക്കെ അല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ മെനു ആണ്. അപ്പൊ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടുകൊണ്ട് നല്ല കാറ്റ്, ഒരു ഓപ്പൺ സ്പേസിലാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതുപോലെ തന്നെ ഇന്നലത്തെ ഡിന്നർ ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ ഫിഷ് തവ ഫ്രൈയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ്, ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നലത്തെ ഡിന്നറിൽ മെനു ആയിട്ട് ചൂസ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഷെഫും പിന്നെ ഇവരുടെ സ്റ്റാഫുകളുടെ ഒരു ടോട്ടലി ഒരു ഹോസ്പിറ്റാലിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയാലും ഇവിടുത്തെ ടോട്ടൽ സ്റ്റാഫുകളുടെ നമ്മളോടുള്ള ഒരു ബിഹേവിയർ ഒക്കെ പൊളിയാണ്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ഇങ്ങ് അടുക്കുകയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ നമ്മുടെ സ്വന്തം നാട്ടിലെ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്നും എറൗണ്ട് ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കൊടുകുത്തിമല. കൊടുകുത്തിമലയ്ക്ക് അടുത്തുള്ള എക്സൈറ്റ റിസോർട്ടിൽ ഞങ്ങൾക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് 100% വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരുടെ കോട്ടേജുകളൊക്കെ കുറച്ച് ടാസ്ക് ആണ് പറയാനായിട്ട്. ഗ്ലാസ് കോട്ടേജ് ആണ് വരുന്നത്, ഏകദേശം 8,000 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്, ഇൻക്ലൂഡിങ് GST കേട്ടോ. ഒരു കപ്പിൾസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ. പിന്നെ വുഡ് ലുമീനിയസ്, അത് വുഡ് ഹൗസ് ആണ്. അതുപോലെ തന്നെ വുഡ് ഫോക്സ് ലവ്, പിന്നെ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ലെക്സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ക്ലൗഡ് ബെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, പിന്നെ ക്ലൗഡ് ട്യൂബ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ അതിമനോഹരമായിട്ടുള്ള ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യണം, അത്രയും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കൊടുകുത്തിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മൾ ഈ കൊടുകുത്തിമലയോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫാമിലി കപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള റിസോർട്ടാണ് എക്സൈറ്റ റിസോർട്ട്സ്. നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ അമ്യൂണിറ്റീസും ആക്ടിവിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ഉച്ചയ്ക്കൊക്കെ ചെറിയ വെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഈവനിങ്ങും മോർണിംഗൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ ക്ലൈമറ്റൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ കോട്ടേജുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നിനൊന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാൽക്കണിയോട് കൂടിയിട്ടുള്ള കോട്ടേജുകളാണ്. എല്ലാ കോട്ടേജുകളും നമ്മൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു 1 ടൈം ഒക്കെ വന്ന് സ്റ്റേ ചെയ്യണം.
ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ റൂമുകളും കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് എല്ലാ കോട്ടേജും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് ടൈം ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കോട്ടേജുകളൊക്കെ എനിക്കൊന്ന് ചൂസ് ചെയ്യണം. അതുപോലെ പൂളിൻ്റെ വ്യൂ ആണെങ്കിലും കിഡ്സ് പാർക്ക് ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റി വൈസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഉള്ള സ്റ്റാഫുകളൊക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. ഇവരുടെ ഫുഡ് ആണെങ്കിലും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അല്ലേ നല്ല ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കുറേ അധികം മെനു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുക്കുകയാണ്. 2025 ഒക്കെ ഇങ്ങനെ വളരെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ. 2024 പുതിയ വർഷം കളർഫുൾ ആക്കണ്ടേ കപ്പിൾ ഫാമിലിയൊക്കെ ആയിട്ട്. ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കോട്ടേജുകളൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിന് റിസർവേഷൻ ചെയ്യാനായിട്ടും എൻക്വയറിക്കായിട്ടും ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. ഇതിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക ആ ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കൊടുകുത്തി മലയിലെ ലക്ഷൂറിയസ് റിസോർട്സിൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും 2025 ഒരു അടിപൊളി ഇയർ ആവട്ടെ എന്ന് ഞാൻ അഡ്വാൻസ് ആശംസിക്കുകയാണ്. എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ 30K ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടോ. കാണാൻ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി വിശേഷങ്ങൾ, യാത്രകൾ ഒക്കെ ആയിട്ട്